കാൽനടയായി കാനനവാസനെ കാണാൻ ഇരുമുടിയേന്തി കുറ്റിയങ്കാവിൽ നിന്നുമുള്ള സ്വാമിമാരുടെ സംഘം ശബരീശ സന്നിധിയിലേക്ക് യാത്രയായി. പൂർവികർ ആരംഭിച്ച ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള ശബരിമലയാത്ര 3/4 നൂറ്റാണ്ടിനു ഇപ്പുറവും മുടങ്ങാതെ തുടരുകയാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള ഗുരുസ്വാമിമാരും കന്നിസ്വാമിമാരും മാളികപ്പുറങ്ങളും ഉൾപ്പെടെ 60ഓളം പേരാണ് ഇത്തവണയും കാൽനടയായി അഖില ഭാരത അയ്യപ്പസേവാ സംഘം മിണാലൂർ ശാഖയുടെ നേതൃത്വത്തിൽ കുറ്റിയങ്കാവിൽ നിന്നും കെട്ടുനിറച്ച് അയ്യപ്പനെ കാണാൻ പുറപ്പെട്ടത്. കാളകെട്ടി, അഴുത, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടവും ഉൾപ്പെടെ കാടും മേടും കാനന നദികളും താണ്ടിയാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ അയ്യപ്പന്റെ സന്നിധിയിലെത്തുക. മണ്ഡലമാസമായാൽ സംഘാംഗങ്ങളെല്ലാം ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കും. സ്വാമിമാർക്ക് വേണ്ടി കുടുംബാംഗങ്ങളായ വീട്ടമ്മമാരും പരമ്പരാഗതമായ വിത്തളവ് രീതിയിൽ വ്രതം നോറ്റ് നെല്ലളന്ന് കുത്തി അരിയാക്കിയാണ് സ്വാമിമാർക്ക് ആവശ്യമായ ശുദ്ധിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇക്കാലയളവിൽ സ്വാമിമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ ഭജനകളും ചുക്കുകാപ്പി വിതരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് പെൻഷനും നൽകി വരുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുസ്വാമിമാരായ പാമ്പാടി ശങ്കരൻ, പൂളക്കൽ രാഘവൻ, മുരളി പണിക്കത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാൽനടയാത്ര ആരംഭിച്ചത്. ഇത്തവണത്തെ യാത്രയ്ക്ക് ഗുരുസ്വാമിമാരായ രാജൻ കോണ്ടത്ത് വളപ്പിൽ, ഗംഗാധരൻ, വാസു, അയ്യപ്പ സേവാ സംഘം മിണാലൂർ ശാഖ പ്രസിഡന്റ് സതീഷ് മിണാലൂർ, ട്രഷറർ ബിനോയ് തുടങ്ങിയവർ ഇത്തവണത്തെ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മകരവിളക്കിൽ മാത്രം പോകുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ ഒരു 50ാമത്തെ കൊല്ലാണ്. 52 മലയായി കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഗുരുസ്വാമിമാരുടെ അതേ ചിട്ടപ്പാട് തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഇതിലെ ശ്രീ കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സ്വാമിമാരാണ് ഞങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ 75 വർഷത്തോളമായിട്ട് നമ്മുടെ ഗുരുസ്വാമിമാർ കാണിച്ച അതേ പാതയിൽ ഇപ്പോഴും കാൽനടയായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ഇതിൽ 60ഓളം ആൾക്കാർ എല്ലാ വർഷവും സ്ഥിരമായിട്ട് 50-60ഓളം ആൾക്കാർ പോകാറുണ്ട്. അതിനുശേഷം വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളും ധാരാളം നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരാനും നമുക്ക് സാധിച്ചു. ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും മണ്ഡലമാസം മുഴുവൻ അന്നദാനവും ചുക്കുകാപ്പി വിതരണമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു.